വളരെ ആത്മാർത്ഥമായൊരാലോചന, ഒരു ചിന്ത ആവശ്യമാണെന്ന് തോന്നുന്നു. ആസ്വദിച്ച് നിസ്കരിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഇപ്പം നമ്മൾ നിസ്കരിച്ച ഈ നിസ്കാരം, നിങ്ങളേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്, നിങ്ങളേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം, അത് ഓരോരുത്തർക്കും ഓരോ ഫേവറാണ്. മന്തിയാവാം, ബിരിയാണിയാവാം, നെയ്ച്ചോറാവാം, നല്ല നാടൻ ചോറും മത്തിക്കറിയാവാം. നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു ഫുഡ് ഇഷ്ടപ്പെട്ട് വേണ്ട. നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ചൂടുള്ളപ്പോൾ നോമ്പ് തുറന്ന ഉടനെ വെള്ളം കുടിക്കുമ്പോഴുള്ളൊരു രസമുണ്ടല്ലോ, ആ സുഖത്തിൽ, ആ രസത്തിൽ ഇപ്പോഴത്തെ ലോഹർ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലത്തെ തറാവി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയില്ല, ഇല്ല എന്ന് പറയുന്നുണ്ടോ? അൽഹംദുലില്ലാ എന്ന് നമ്മളിങ്ങനെ സമാധാനത്തിന് പറയാ. ആഗ്രഹമല്ലേ? അള്ളാഹു സാധിപ്പിച്ചേരട്ടെ. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആരാധനകൾ ആസ്വാദ്യകരമാക്കി മാറ്റാൻ കഴിയാത്തത്? ഹലാവത്തുൽ ഈമാൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഈമാനിൻ്റെ മധുരം. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുന്തു ജാലിസം ഫിൽ മസ്ജിദി അന്തളിറു ജനാസത്തൻ. ഞാനൊരു മയ്യത്ത് കൊണ്ടുവരുന്നത് പ്രതീക്ഷിച്ച് പള്ളിയിലിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഫഇദൻ റജുലുൻ യസ്അലുൻ നാസ. അപ്പോഴുണ്ടൊരു മനുഷ്യൻ ജനങ്ങളോട് ഇങ്ങനെ യാചിച്ച് നടക്കുന്നു. ഒരാൾ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിങ്ങനെ നടക്കുന്നുണ്ട്. കാനശാബൻ, അയാളത്ര പ്രായമുള്ള ആളൊന്നുമല്ല, നല്ല യുവാവാണ്. സ്വാഭാവികമായും നമ്മളൊക്കെ തന്നെ ഈ പള്ളിയിലൂടെ ഒരു 30-35-40 വയസ്സുള്ള ഒരാൾ, നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ പണിക്ക് പോകാതെ ജനങ്ങളോട് ഇങ്ങനെ യാചിച്ച് നടക്കുന്നത് കണ്ടാൽ സ്വാഭാവികമായും നമ്മൾ പറയുന്നൊരു വർത്താനുണ്ട്, ഇയാൾക്കെന്തോ പണിക്ക് പോയിക്കൂടെ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറയാണ്, ഫഖുൽതു, ഞാൻ ആരോടും പറഞ്ഞതല്ല, എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു പോയി, ഞാൻ ആലോചിച്ചു പോയി, ഈ മനുഷ്യനെങ്ങാനും ഇൻ അമില ലി മഈശത്തിഹി, ഉപജീവന മാർഗം തേടാൻ വേണ്ടി എന്തെങ്കിലും പണിക്ക് പോയാൽ കാന അജ്മല, അതല്ലേ ഏറ്റവും നല്ലത്, ഇയാൾക്കെന്തോ പണിക്ക് പോയാൽ പോരെ. ഇങ്ങനെ ജനങ്ങളോട് ചോദിച്ച് നടക്കണം. ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ, എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിച്ചിട്ടേ ഉള്ളൂ. മയ്യത്ത് കൊണ്ടുവന്നു, ജനാസ നിസ്കാരം കഴിഞ്ഞു, ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. കാനലി ഔറാദു മിനസ് സ്വലാത്തി വൽ അദ്കാരി വ തിലാവ. എനിക്ക് പതിവായി ചെയ്യുന്ന കുറേ അമലുണ്ടായിരുന്നു. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചെല്ലുക എന്നുള്ള കുറേ അമലുകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അന്ന് വീട്ടിലെത്തിയപ്പം ഗലബത്നി അന്നുആഷ്, എന്നെ വല്ലാണ്ട് ഉറക്കം ബാധിച്ചു, അനിയന്ത്രിതമായ ഉറക്കം. ഞാൻ വീട്ടിലെത്തിയപ്പം സാധാരണ പോലെ ഖുർആൻ ഓതാൻ പറ്റുന്നില്ല, സാധാരണ പോലെ ദിക്ർ ചെല്ലാൻ കഴിയുന്നില്ല, സാധാരണ പോലെ നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഉറക്കം കൊണ്ട് വന്നിട്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടായിപ്പോയി. ഞാനാകെ ടെൻഷൻ അടിച്ചു, അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ട് വല്ലാതെ വൈകിയില്ല, പെട്ടെന്നുണ്ട് നേരത്തെ പള്ളിയിൽ ജനങ്ങളോട് യാചിച്ച് നടന്ന മനുഷ്യൻ ഒരു പാത്രത്തിൽ നല്ല വെന്ത പൊരിച്ച മാംസവുമായിട്ട് എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. നല്ല വെന്ത മാംസവുമായിട്ട് എൻ്റെ അരികിലേക്ക് അയാൾ വന്നിട്ടുണ്ട്. എന്നോട് അയാൾ പറയാണ്, നിങ്ങളല്ലായിരുന്നോ പള്ളിയിൽ വെച്ച് എൻ്റെ പച്ച മാംസം കുത്തിവലിച്ചത്? ഗൗരവം മനസ്സിലാക്കണേ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ആരോടും ഇയാളെക്കുറിച്ച് ഇയാൾക്ക് പണിക്ക് പോയാൽ പോരെ, യാചിക്കാൻ നിൽക്കണമെന്നൊന്നും ചോദിച്ചില്ല. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ മനസ്സിലിങ്ങനെ പറഞ്ഞതാ, ഇയാൾക്കെന്തോ പണിക്ക് പോയാൽ അതല്ല നല്ലത്. പക്ഷേ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ഈ മനുഷ്യൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പച്ച മാംസം വെന്ത മാംസം എന്താ പള്ള നിറച്ച് തിന്നോളൂ. ജുനൈദ് തങ്ങൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് തൻ്റെ ഖുർആനോത്ത് മുടങ്ങിയെന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റു, ഇദ്ദേഹത്തെ അന്വേഷിച്ചു നടന്നു. കുറേ മുന്നോട്ട് ചെന്നപ്പോൾ ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന വെള്ളമെടുക്കുന്ന ഒരു സ്ഥലത്തുണ്ട് ഇദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് അങ്ങോട്ട് ചെന്ന് എനിക്ക് പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞ ഉടനെ അദ്ദേഹം ചോദിച്ചു, അത്തഊദു യാ അബുൽ ഖാസിം. ജുനൈദെ, അദ്ദേഹത്തിൻ്റെ ഒരു വിളിപ്പേരാണ് അബുൽ ഖാസിം, ഇനി മേലാൽ ഇപ്പണി ആവർത്തിക്കുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, പറ്റിയത് പറ്റി, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല. ഗഫറല്ലാഹു ലി വലക്, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല പുറത്തു തരട്ടെ എന്ന് പറയുന്ന
ആ ഒരു വലിയൊരു സംഭവത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ഉൾക്കൊണ്ടോന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യനെ കുറിച്ച് ഇയാൾക്ക് പണിക്ക് പോയാൽ പോരെ എന്നൊരു കാര്യം മനസ്സിൽ ആലോചിച്ചു പോയതിൻ്റെ പേരിൽ ഇബാദത്തിൻ്റെ രസം ചത്തുപോയെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇബാദത്ത് ഖുർആൻ ഓതാൻ ഇപ്പോൾ നമ്മൾ മൊബൈലും കൊണ്ട് എടുത്തിട്ട് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നത് ഒരു ജുസ് ഓതണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഒരു പേജ് ഓതുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കം വരികയാണ്, മടുപ്പ് വരികയാണ്, ചടപ്പ് വരികയാണ്. ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ന് റമദാൻ 17 17 ജുസ് എങ്കിലും ഖുർആൻ ഓതി എത്തിയ എത്ര പേരുണ്ട്? ഖത്തമ് തീർന്നവരുണ്ടാവാം, അതിലേറെ ഓതിയവരുണ്ടാവാം. പക്ഷേ നമ്മളൊക്കെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്നവിടെ നിൽക്കട്ടെ, നല്ല ക്ഷീണമുണ്ട്, നാളെ ഓതാ, ഇന്നത്തവും കൂടി നാളെ ഓതാ. മഹാന്മാർ ചോദിക്കുകയാണ്, ഇന്നൊരു ജുസ് എന്നെ തികച്ചോതാത്ത നീയാണോ ഇന്നത്തവും കൂടി കൂട്ടി നാളെ ഓതുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഏതായാലും ഞാൻ പറയുന്നത്, നമ്മൾക്ക് ഇബാദത്തിൻ്റെ രസം നശിച്ചു പോകുന്നത് ഈമാനിൻ്റെ മധുരം കിട്ടാത്തത് കൊണ്ടാണ്. ഈമാനിൻ്റെ മധുരം എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ദോഷങ്ങൾ വർദ്ധിക്കുന്നു. അൽ ഈമാനു യങ്കുസു ബിൽ മആസി. തെറ്റ് ചെയ്താൽ ഈമാൻ ഇങ്ങനെ കുറഞ്ഞു വരുമെന്നാ. വയസീദു ബിത്വാഅത്തി. ഇബാദത്തുകൾ വർദ്ധിക്കുന്നതനുസരിച്ച് ഈമാൻ ഇങ്ങനെ കൂടിയിട്ട് ഈമാനിൻ്റെ മധുരം നമ്മൾക്ക് കിട്ടും. ഈമാനിൻ്റെ മധുരം അനുഭവിച്ചവരാണ് മഹാന്മാരായ പണ്ഡിതന്മാർ. മഹാനായ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരുപാട് ഹദീസുകൾ റിവായത്ത് ചെയ്ത മഹാനാണ്. അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചിട്ട് തൻ്റെ വീട്ടിൻ്റെ പുറത്തുള്ള ഒരു പാത്തിയുടെ മുകളിൽ ഇങ്ങനെ മലർന്ന് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകിയിട്ട് ഈ പാത്തിയുടെ ഉള്ളിലൂടെ പുറത്തോട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. തൻ്റെ ഒരു സുഹൃത്ത് തൻ്റെ അരികിലേക്ക് വന്നു. ആ സുഹൃത്ത് തന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രാർത്ഥന നടത്താൻ, അല്ലാഹുവേ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന് പറയുന്ന കൂട്ടുകാരന് കൊടുത്തതുപോലെയുള്ള പ്രയാസപ്പെടുത്തുന്ന രോഗം ഒരാൾക്കും നീ നൽകല്ല അല്ലാഹ്. പെട്ടെന്ന് അദ്ദേഹം തീരെ വയ്യാണ്ട സുഖമില്ലാതെ കിടക്കുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ തങ്ങൾ ഈ വന്ന സുഹൃത്തിനോട് പറയുന്നുണ്ട്, നീ അങ്ങനെ ദുആരക്കല്ല, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കല്ല, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യല്ല. കാരണം എൻ്റെ ഈ രോഗാവസ്ഥയിൽ എന്നെ നിങ്ങൾ കാണുമ്പോഴും ഞാൻ ചില സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഏതാ ഞാൻ അനുഭവിക്കുന്ന സുഖം? എൻ്റെ ഇലാഹിലുള്ള ഈമാനിൻ്റെ മധുരം. അദ്ദേഹം പറയാണ്, എനിക്ക് അസുഖങ്ങളുണ്ട് എന്നത് സത്യമാണ്, എനിക്ക് പ്രയാസങ്ങളുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഓരോ ദിവസവും ആയിരക്കണക്കിന് മലക്കുകൾ എൻ്റെ അരികിലേക്ക് വന്നിട്ട് എന്നോട് സലാം പറയുന്നുണ്ട്. ആ സുഖം അനുഭവിക്കണമെങ്കിൽ ഈമാനിൻ്റെ മധുരം കിട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ മധുരം അനുഭവിച്ചവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. നമ്മൾ ജീവിക്കുന്ന